ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക. ഇതൊരു പേ ചാനൽ അല്ലാത്ത കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് ജാതക വിചിന്തനം എന്ന പരിപാടിയുടെ 27ാമത് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഒറ്റപ്പാലത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 20/3/2002 ആണ്. ജോലിയെക്കുറിച്ച്, പ്രത്യേകിച്ച് സർക്കാർ ജോലിയെക്കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലും ബുധനാഴ്ച ദിവസവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയിലും ചിങ്ങലഗ്നത്തിലും ഇടവക്കൂറിലുമാണ്. സർക്കാർ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർമ്മഭാവത്തിൽ ചന്ദ്രൻ, ശനി, രാഹു, ഗുളികൻ എന്നീ 4 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ഇതിൽ ചന്ദ്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലായി വർഗോത്തമ സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിലും ശനിയുമായി യോഗം ചെയ്യുന്നതിനാൽ വിഷയോഗത്തിലും രാഹുവുമായി യോഗം ചെയ്യുന്നത് കാരണം ഗ്രഹണയോഗത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശനിയും രാഹുവും യോഗം ചെയ്യുന്നതിനാൽ പിശാച് യോഗവും ജാതകത്തിൽ രൂപപ്പെടുന്നു. അതിനാൽ സർക്കാർ ജോലിക്ക് വേണ്ടി ജാതകന് വളരെയധികം മാനസിക ക്ലേശങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടതായി വരും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾക്കൊപ്പം കർമ്മഭാവത്തിൽ ഗുളികസ്ഥിതി വരുന്നതിനാൽ ജാതകന് ഏത് കാര്യത്തിലും അലസതാ സ്വഭാവവും ഉണ്ടായേക്കാം. ലഗ്നാധിപനും സർക്കാർ സർവീസുകാരകനുമായ ആദിത്യനും കർമാധിപനായ ശുക്രനും യോഗം ചെയ്ത് അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവരുടെ ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരുന്നത് ധനപരമായി ഗുണം ചെയ്യും. അതിനാൽ അലസത വെടിഞ്ഞ് നല്ലവണ്ണം കിണഞ്ഞു പരിശ്രമിച്ചാൽ സർക്കാർ ജോലിയും കിട്ടാവുന്നതാണ്. ധനാധിപനും ലാഭസ്ഥാനാധിപനുമായ ബുധൻ ലഗ്നകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നവാംശകം ചെയ്തിരിക്കുന്നത് അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. എന്നാൽ ഷഡ്വർഗത്തിൽ ബുധൻ ബലവാനാണ്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും നവാംശകം ചെയ്തിരിക്കുന്നത് നീചക്ഷേത്രത്തിലാണെങ്കിലും ഷഡ്വർഗ ബലവാനാണ്. മാരകാധിപത്യം കാരണം ബുധനെയും അഷ്ടമാധിപത്യം കാരണം വ്യാഴത്തെയും രത്നധാരണം നടത്തി കൂടുതൽ ബലവാന്മാരാക്കുന്നത് ഉചിതമല്ലാത്തത് കാരണം പൂജാതി കാര്യങ്ങളാൽ ഇവരെ പ്രീതിപ്പെടുത്തുന്നതാണ് ധനപരമായ കാര്യങ്ങൾക്കും ജോലി സാധ്യതയ്ക്കും നല്ലത്. ജാതകന് വിഷസംബന്ധമായതോ കെമിക്കൽ സംബന്ധമായതോ ആയ ജോലികൾ കൂടുതൽ വഴങ്ങുന്നതാണ്. നല്ലതുപോലെ പരിശ്രമിച്ചാൽ ഡോക്ടറോ കെമിസ്റ്റോ ഒക്കെ ആകാനും കഴിയും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ആയിത്തീരാം. അതിനാൽ വിഷയോഗം, ഗ്രഹണയോഗം, പിശാചയോഗം, ഗുളികയോഗം എന്നിവയുടെ ശാന്തിക്കായി ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജാർച്ചന നടത്തുകയും ശിവന് ധാര വഴിപാടായി കഴിക്കുകയും ചെയ്ത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം തുളസിമാല സമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ 23/5/2014 മുതൽ 22/5/2032 വരെ ദുര്യോഗത്തിൽ നിൽക്കുന്ന രാഹുർദശ സമയമായതിനാൽ എല്ലാ മാസവും ആയുല്യപൂജ നടത്തുകയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം കൊല്ലത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 25/1/1984 ആണ്. നല്ല ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലും ബുധനാഴ്ച ദിവസവും കൃഷ്ണപക്ഷ നവമി തിഥിയിലും കന്നി ലഗ്നത്തിലും തുലാക്കൂറിലുമാണ്. ജാതകൻ്റെ കർമ്മഭാവത്തിൽ ലഗ്നാലും ചന്ദ്രാലും ഗ്രഹങ്ങൾ ആരും തന്നെ ഇല്ലെങ്കിലും കർമ്മഭാവത്തിലേക്ക് കർമ്മസ്ഥാനാധിപനും ലഗ്നാധിപനുമായ ബുധൻ്റെയും സുഖസ്ഥാനാധിപനും കളത്രസ്ഥാനാധിപനുമായ വ്യാഴത്തിൻ്റെയും ധനസ്ഥാനാധിപനും ഭാഗ്യസ്ഥാനാധിപനുമായ ശുക്രൻ്റെയും ദൃഷ്ടിയുള്ളത് കാരണം ജോലി സാധ്യതയുള്ള ജാതകമാണ്. കർമ്മസ്ഥാനാധിപനും ലഗ്നാധിപനുമായ ബുധൻ നവാംശം ചെയ്തിരിക്കുന്നത് സ്വക്ഷേത്രത്തിലുമാണ്. കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം പഞ്ചമഹാപുരുഷയോഗമായ ഹംസയോഗത്തിലായിട്ടാണ് നിൽക്കുന്നത്. അതിനാൽ കർമ്മഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും
മേൽപ്പറഞ്ഞ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ളതിനാലും പഞ്ചമഹാപുരുഷ യോഗമുള്ളതിനാലും ജോലിക്ക് കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ല. ധനസ്ഥാനത്ത് ശനിയും ചന്ദ്രനും യോഗം ചെയ്യുന്നതിനാൽ വിഷയോഗം രൂപപ്പെടുകയും ശനിയും ചൊവ്വയും തമ്മിൽ യോഗം ചെയ്യുന്നതിനാൽ അഗ്നിമാരുത യോഗം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ചന്ദ്രനും ചൊവ്വയും തമ്മിൽ യോഗമുള്ളതിനാൽ ശശിമംഗളയോഗം എന്ന ധനയോഗവും രൂപപ്പെടുന്നുണ്ട്. അതിനാൽ ധനസ്ഥാനത്ത് മേൽപ്പറഞ്ഞ ദുര്യോഗങ്ങളുള്ളതിനാൽ ധനപരമായ വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ. അതുപോലെ മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയ്ക്ക് അടിപ്പെടാമെന്നതിനാൽ ഇവയിൽ നിന്നും അകന്നു നിൽക്കുക. ദുര്യോഗങ്ങളുടെ ദോഷഫലശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന നടത്തുകയും ശിവന് ധാര വഴിപാടായി കഴിക്കുകയും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. 4/5/2022 മുതൽ 3/5/2039 വരെ ലഗ്നാധിപനായ ബുധദശാ സമയമായതിനാൽ നല്ല സമയമാണ്. എന്നാൽ ബുധന് ഗുളികയോഗം കൂടി ഉള്ളതിനാൽ കൂടുതൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ബുധനോടൊപ്പം ഗുളികൻ വ്യാഴവുമായി യോഗം ചെയ്യുന്നതിനാൽ കൂടുതൽ ദോഷം ചെയ്യില്ല. അതുപോലെ 5ാം ഭാവാധിപനായ ശനി ധനസ്ഥാനത്ത് ഉച്ചത്തിൽ നിന്നുകൊണ്ട് നവാംശവും ചെയ്തിരിക്കുന്നത് നീചത്തിലാണ്. എന്നാൽ ശനി ദുര്യോഗത്തിൽ നിൽക്കുന്നതിനാലും 6ാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാലും രത്നധാരണം ഉചിതമല്ല. ആയതിനാൽ പൂജാതി കാര്യങ്ങളാൽ ശനിയെ പ്രീതിപ്പെടുത്തുന്നതാണ് ഉചിതം. അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ച ദിവസം രാവിലെ എള്ളെണ്ണ സമർപ്പിച്ച ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും 7 തവണ അരയാൽ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. 3ാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 8/6/1980 പുനർവിവാഹം നടക്കുമോ എന്നും ദാമ്പത്യവിജയ സാധ്യതയെക്കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചുമാണ് ചോദ്യം. പ്രേക്ഷകന്റെ ജനനം രേവതി നക്ഷത്രത്തിൻ്റെ 1ാം പാദത്തിലും ശനിയാഴ്ച ദിവസവും കൃഷ്ണപക്ഷ ദശമി തിഥിയിലും മേടലഗ്നത്തിലും മീനക്കൂറിലുമാണ്. ജാതകന് പുനർവിവാഹത്തിന് തടസ്സമൊന്നും ജാതകത്തിൽ കാണുന്നില്ല. ഇപ്പോൾ 15/9/2022 മുതൽ 14/9/2028 വരെ തൽക്കാല സമക്ഷേത്രം നൽകുന്ന ആദിത്യൻ്റെ മഹാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിത്യൻ ഇടവൻ രാശിയിലും 2ാം ഭാവത്തിലുമായി സ്ഥിതി ചെയ്യുന്നതിനാൽ നല്ലതുപോലെ നോക്കിക്കണ്ട് വിവാഹം നടത്തണം. അതല്ല എങ്കിൽ ഭാര്യാസംബന്ധമായ ദുരിതങ്ങൾ, കുടുംബകലഹം എന്നിവ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ഈ സമയം ധനനാശം ഉണ്ടാകാതെയും സൂക്ഷിക്കണം. ഇപ്പോൾ 7 ശനിയുടെ ആദ്യ ചരണം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുകയും ആദിത്യൻ, ശനീശ്വരൻ എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക. 4ാമത്തെ ചോദ്യം കൊല്ലത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 4/4/1974 ഭാവി ഫലം അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിലും വ്യാഴാഴ്ച ദിവസവും ശുക്ലപക്ഷ ത്രയോദശി തിഥിയിലും തുലാലഗ്നത്തിലും ചിങ്ങക്കൂറിലുമാണ്. പ്രേക്ഷകന് 11/1/2024 മുതൽ 10/1/2040 വരെ വ്യാഴദശാ സമയമാണ്. വ്യാഴം അതിൻ്റെ ബലമുള്ള രാശിയായ കുംഭൻ രാശിയിൽ കേസരിയോഗത്തിൽ ത്രികോണഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും നവാംശം ചെയ്തിരിക്കുന്നത് അതിൻ്റെ നീചരാശിയായ മകരൻ രാശിയിലാകിയാലും അതിന് 3ാം ഭാവത്തിൻ്റെയും 6ാം ഭാവത്തിൻ്റെയും ആധിപത്യം സിദ്ധിച്ചിരിക്കുന്നതിനാലും ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ദോഷഫല ശാന്തിക്കായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം തോറും ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ കണ്ടകശനി സമയമാകയാൽ ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. 11/1/2040 മുതൽ 10/1/2059 വരെ വരുന്ന ശനിദശാ സമയം തരക്കേടില്ലാത്ത സമയമായിരിക്കും. 5ാമത്തെ ചോദ്യം മലപ്പുറത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 1/11/1984 വിവാഹം വൈകുന്നത് എന്തുകൊണ്ടാണ്? വിവാഹം നടക്കുമോ എന്നാണ് ചോദ്യം. പ്രേക്ഷകൻ തന്നിരിക്കുന്ന സമയമനുസരിച്ച് ജനനലഗ്നം വരുന്നതും ലഗ്ന നവാംശവും വരുന്നതും സ്ത്രീ രാശിയായ മകരൻ രാശിയിലാകയാൽ സമയത്തിൽ തെറ്റുള്ളതായി കാണുന്നു. 11 മിനിറ്റ് പിറകോട്ടായാൽ, അതായത് 11:42 AM ആയാൽ ലഗ്നം തന്നെ മാറി ധനുലഗ്നമായും ലഗ്ന നവാംശവും ധനുവായി തന്നെ വരും. അതിനാൽ കൃത്യമായ സമയം അറിയിക്കുക. 6ാമത്തെ ചോദ്യം തിരുവനന്തപുരത്തു നിന്നുള്ളൊരു പ്രേക്ഷകൻ്റേതാണ്. ജനനത്തീയതി 29/9
2020 മകളുടെ ഭാവി അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകൾ ജനിച്ചിരിക്കുന്നത് ചതയൻ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലും തിങ്കളാഴ്ച ദിവസവും ശുക്ലപക്ഷ ത്രയോദശി തിഥിയിലും കർക്കടക ലഗ്നത്തിലും കുംഭക്കൂറിലുമാണ്. മകൾക്ക് 29/9/2020 മുതൽ 2/6/2036 വരെ രാഹുർ ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹു 11-ാം ഭാവത്തിൽ അതിബന്ധുക്ഷേത്രത്തിലായി ശുഭക്ഷേത്രത്തിൽ തനിയെ നിൽക്കുന്നതിനാൽ ദോഷം ചെയ്യുകയില്ല. 5-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നതിനാൽ ജലഭയമുണ്ടാകാം, അതിനാൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീയിൽ നിന്നും അല്പം അകലം പാലിക്കുകയും ചെയ്യണം. വിദ്യാസ്ഥാനത്ത് ശുക്രൻ്റെ സ്ഥിതിയും വിദ്യാസ്ഥാനാധിപനായ ആദിത്യൻ്റെ പരാക്രമഭാവസ്ഥിതിയും വിദ്യാകാരകനായ ബുധൻ ലഗ്നകേന്ദ്രത്തിൽ അതിബന്ധുക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുകയും കാരണം നല്ല വിദ്യാഭ്യാസ യോഗമുള്ള ജാതകമാണ്. ശരഭയോഗം, പഞ്ചമഹാപുരുഷ യോഗങ്ങളായ ശശയോഗം, രുചികയോഗം എന്നിവ ജാതകത്തിൽ കാണുന്നുണ്ട്. അലസതയുണ്ടാകാതെ സൂക്ഷിച്ചാൽ കർമ്മഭാവവും ശോഭനമാണ്. ലഗ്നാധിപൻ്റെ അനിഷ്ടസ്ഥാനമായ 8-ാം ഭാവത്തിലെ നിൽപ്പും ഭാഗ്യാധിപൻ്റെ 6-ാം ഭാവത്തിലെ നിൽപ്പും നല്ല ഫലങ്ങളിൽ കുറച്ച് കുറവ് വരുത്തും. 7-ാമത്തെ ചോദ്യം ഗുജറാത്തിലെ ജുനഗഡിൽ നിന്നുള്ള ഒരു പ്രേക്ഷകയുടേതാണ്. ജനനത്തീയതി 9/2/1974. 2010 വിവാഹമോചിതയായി. അതിനുശേഷം ഇതുവരെ പുനർവിവാഹം ശരിയാകുന്നില്ല. ഇനി അതിനുള്ള യോഗമുണ്ടോ? രുചകയോഗം അനുഭവത്തിൽ വരാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. പ്രേക്ഷക ജനിച്ചിരിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലും ശനിയാഴ്ച ദിവസവും കൃഷ്ണപക്ഷ തൃതീയ തിഥിയിലും കർക്കിടക ലഗ്നത്തിലും കന്നിക്കൂറിലുമാണ്. ജാതകയുടെ 7-ാം ഭാവത്തിലെ ആദിത്യസ്ഥിതിയും കളത്രസ്ഥാനാധിപനായ ശനിയുടെ അനിഷ്ടഭാവസ്ഥിതിയും കളത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നവയാണ്. തത്തുല്യമായ പാപസ്ഥിതിയുള്ള ജാതകവുമായി പൊരുത്തപ്പെടുത്താതെ വിവാഹം ചെയ്തതാകാം വിവാഹമോചനത്തിന് കാരണമായത്. ഇപ്പോൾ 31/8/2012 മുതൽ 30/8/2028 വരെ വ്യാഴദശാ സമയമാണ്. ഭാഗ്യാധിപനായ വ്യാഴം മൗഢ്യത്തിലും അനിഷ്ടഭാവത്തിലുമായാണ് നിൽക്കുന്നത്. ഷഡ്വർഗത്തിൽ വ്യാഴം ബലഹീനനുമാണ്. ഇത് ഭാഗ്യദോഷത്തെ ഉണ്ടാക്കും. 2/1/2024 മുതൽ 1/5/2025 വരെ വരുന്ന വ്യാഴദശയിലെ ചന്ദ്രൻ്റെ അപഹാര സമയം പുനർവിവാഹം നടക്കാവുന്ന സമയമാണ്. ശ്രമിക്കുക. പാപജാതവുമായി വേണം പൊരുത്തപ്പെടുത്താൻ. വിവാഹത്തിന് വിദേശത്ത് ജോലിയുള്ളവരാണ് ഉത്തമം. ജാതകത്തിലെ രുചകയോഗം പഞ്ചമഹാപുരുഷ യോഗത്തിൽ വരുന്നതാകയാൽ അത് ജാതകയേക്കാൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വിവാഹം കഴിക്കുന്ന പുരുഷന് കൂടുതൽ ഗുണം ചെയ്യുന്ന യോഗമാണ്. ഈ യോഗം മൂലം ഭർത്താവിന് നല്ല ജോലി കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ഒക്കെ ചെയ്യാം. ജാതകയ്ക്ക് ധനപരമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.